20-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം മാർത്താണ്ഡവർമ്മ മഹാരാജാവിനുണ്ടായിരുന്നു. തൻ്റെ നാട്ടിലെ നാടുവാഴിത്തം അവസാനിപ്പിക്കുകയും അധികാരമോഹത്തോടെ നിലയുറപ്പിച്ചിരുന്ന ഡച്ചുകാരെ നിലനിർത്തിയുമൊക്കെ തൻ്റെ രാജ്യത്തെ ശക്തവും സമ്പന്നവുമാക്കാൻ ഏതാനും വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. മനക്കരുത്തും ബുദ്ധിയും ശക്തിയും തന്ത്രവും ആധുനിക സൈനിക നീക്കവുമൊക്കെ പ്രയോജനപ്പെടുത്തിയ കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. 1750 ജനുവരി 3-ാം തീയതി തൻ്റെ രാജ്യമായ തിരുവിതാംകൂർ ശ്രീ പത്മനാഭസ്വാമിക്ക് സർവസ്വദാനമായിട്ട് അദ്ദേഹം സമർപ്പിക്കും. ഇതാണ് പിന്നീട് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അന്നു മുതൽ അദ്ദേഹം ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളും ഈ ഒരു രീതി തന്നെയായിരുന്നു പിന്തുടർന്നിരുന്നത്. ഇതിൻ്റെ പിന്തുടർച്ച എന്ന നിലയിലാണ് രാജഭരണം ഇല്ലാതായിട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിൽ നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയിൽ രാജവംശത്തിലെ പ്രധാനിയായിട്ടുള്ള ഒരാൾ ഉടവാളേന്തി അതിനെ അകമ്പടി സേവിക്കുന്നത്. തൃപ്പടിദാനം നടക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്രം പുതുക്കി പണിയുകയും സത്യസന്ധമായ ക്ഷേത്രഭരണത്തിന് വേണ്ട വ്യവസ്ഥകളൊക്കെ അദ്ദേഹം ഏർപ്പാടാക്കുകയും ചെയ്തു. ഇവിടെ കാണുന്ന പ്രശസ്തമായ ഒറ്റക്കൽ മണ്ഡപവും ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ്.